അതായത് 2000 മോഡൽ 2019 മോഡലാണ്. 8,40,000 രൂപ. 40,000 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ആയിക്കോട്ടെ. ഏറ്റവും ടോപ്പ് എൻഡ്. ഏറ്റവും ടോപ്പ് എൻഡ് 2 ലക്ഷം രൂപ അങ്ങോട്ട് ക്യാഷ് ബാക്ക്. AC ഉള്ളൊരു മാരുതി കാറാണ്. 50,000 രൂപന്റെ അഡീഷണൽ ഫിറ്റ് ഈ വണ്ടിക്ക് കയറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തരുന്ന എത്രക്ക് അറിയോ? വെറും 75,000 രൂപക്ക് ഈ വണ്ടി സർവീസ് റെക്കോർഡൊക്കെ ഉള്ള വണ്ടി. 4 പുത്തൻ ടയറാണ്. 7 സീറ്റർ. ഫൈനൽ നമുക്ക് 2,40 ചെയ്യാം. 2,40 ഫൈനൽ ചെയ്യാൻ പറ്റും. ഒരു 7 സീറ്റ് വാഹനമാണ്. നല്ല എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് കേട്ടോ. എല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റി ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഫൈനൽ റേറ്റ് വരുന്നത് 4,90 ചെയ്തു. 4,90 ഡീസലാണ്. 4,90 ഈ വാഹനം തരും കേട്ടോ. ഒന്നുമില്ല. പോളോ GT ആണ്. തട്ടുമുട്ട് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ലോൺ എത്ര കിട്ടും? ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ. ഈ വണ്ടി ഫുൾ ലോൺ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ മലപ്പുറത്ത് നിന്ന് ചാടി ഞാൻ പാലക്കാട്ടാണ് എത്തിയിട്ടുള്ളത്. പുതിയൊരു ഷോറൂമാണ് കേട്ടോ. ഇന്നാണ് ഇനാഗ്രേഷൻ നടക്കുന്നുള്ളത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, മുബഷിർ ഭായ്. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖം. ഓക്കെ, നിങ്ങൾക്ക് 2 ഷോറൂം? 2 ഷോറൂം. ഓക്കെ, തൊട്ട് അപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറം പ്രിസിഷൻ കാറ്, എന്താ നമ്മള് വാറണ്ടി കൊടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ, 3 മാസത്തെ വാറണ്ടി ഉണ്ടാവും. വാറണ്ടി കൊടുക്കും. എത്ര രൂപ മുതലാണ്? നമ്മൾ 50,000 രൂപ മുതൽ വണ്ടികളുണ്ട്. 50,000 മുതൽ വണ്ടികൾ, ചെറുവണ്ടികളുണ്ട്, വലിയ വാഹനങ്ങളുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും റയർ പീസൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ച് ചോദിച്ചാൽ മതി, മൂപ്പര് ഒപ്പിച്ചു തരും. പിന്നെ കൂടുതലും ലോ ബഡ്ജറ്റ് വണ്ടികളാണ്, ചെറുവണ്ടികളാണ് നിങ്ങൾ ചെയ്യുന്നത്. 5 lakhs അറൗണ്ട്. അതാണ് 5 ലക്ഷത്തിന്റെ ഉള്ളിലാണ് വണ്ടികൾ കൂടുതലും ഇവരുടെ ഉള്ളത്. ഇത് നോക്കണ്ട കേട്ടോ, ഹാരിയർ ഒരു പീസേ ഉള്ളൂ. ഓക്കെ, പിന്നെ 7 സീറ്ററിൽ ഒരു XUV ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ മാരുതി കാർ ഉണ്ട്. 7 സീറ്റർ. പിന്നെ ഗോ പ്ലസ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. വേറെ എന്തെങ്കിലും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മളെല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾസ് ആയിരിക്കും മിക്കവാറും. 90%. ഇവിടെ വെക്കുന്നത് 100% ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾസ് ആണ്. അതിൽ റീപ്ലേസിൽ ഒരു വണ്ടി പോലും ഇവിടെ ഉണ്ടാവില്ല. അതായത് ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് നിങ്ങൾ. 100% അല്ലെ? ഓക്കെ. അപ്പോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ മൂപ്പര് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് ചോദിച്ചോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു ഒന്ന് കൊടുക്കും. ലൊക്കേഷൻ പാലക്കാട് കോഴിക്കോട് ഹൈവേ. അതില് ആര്യമ്പാവ് കൊമ്പം KTDCയുടെ അടുത്തായിട്ട് വരും. ആര്യമ്പാവ് KTDCയുടെ അടുത്തായിട്ട് വരും. ഓക്കെ, ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേ. ആയിക്കോട്ടെ. അപ്പൊ ആരെങ്കിലും മണ്ണാർക്കാട് കൊമ്പം നിങ്ങള് വാട്സപ്പ് ചെയ്തിട്ട് ലൊക്കേഷൻ ഒന്ന് വിട്ടുകൊടുക്കാം. ഓക്കെ, അപ്പൊ ഓരോ വണ്ടികളേക്ക് നമുക്ക് കാണിച്ചു കൊടുക്കല്ലേ, വേറെ കളിയാതെ. 2019 ഹാരിയർ XZ ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. വണ്ടി റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. ഡീസൽ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. ടൈം എഞ്ചിന് മാറ്റിയതാണ്. അത് കമ്പനി ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആയിട്ട് ഓഫർ പ്രൈസിൽ 8,40,000 രൂപ കൊടുക്കാം. 8,40,000 രൂപ. 40,000 കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ 1 ലക്ഷം ലോൺ ഇടുകയാണെങ്കിൽ കിട്ടും. കാരണം വണ്ടി 10 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ് തന്നെ. ഓക്കെ, പൈസ അങ്ങോട്ടേക്ക് തരും കേട്ടോ. അതായത് 2019 മോഡലാണ്. 8,40,000 രൂപ. 40,000 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വേണ്ടവർ പെട്ടെന്ന് ബുക്ക് ആയിക്കോട്ടെ. ഏറ്റവും ടോപ്പ് എൻഡ്. 2 ലക്ഷം രൂപ അങ്ങോട്ട് ക്യാഷ് ബാക്ക് കിട്ടും. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. ഇവിടെ AC ഉള്ളൊരു മാരുതി കാറാണ്. 50,000 രൂപന്റെ അഡീഷണൽ ഫിറ്റ് ഈ വണ്ടിക്ക് കയറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തരുന്ന എത്രക്ക് അറിയോ? വെറും 75,000 രൂപക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരും. ബോസേ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രേക്ഷകരോട്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇത് പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് വരില്ലല്ലോ. പവർ സ്റ്റിയറിംഗ് ആഡ് ആക്കിയിട്ടുണ്ട്. പവർ ബ്രേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഫിറ്റിംഗ് ആണ്. അഡീഷണൽ സീറ്റ് കവർ കോസ്റ്റ്ലി ആണ്. 4 ടയറും പുത്തനാണ്. അത് ബോഡി നിന്ന് അഴിച്ചെടുത്തിട്ട് പെയിന്റ് ചെയ്ത വണ്ടിയാണ്. മൊത്തം 28 വരെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. മെക്കാനിക് ഫിറ്റ് 100% ഫിറ്റ്. ഒന്നും നോക്കാനില്ല. 2003 വണ്ടിയാണ്. 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഇപ്പൊ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. എണ്ണ അടിക്കുക, സുഖസുന്ദരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാ. എവിടെ വേണമെങ്കിലും പോവാ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നിങ്ങൾ ചോദിച്ചത് 75 ചോദിക്കുന്നത്. ഫൈനൽ റേറ്റ് ആണ്. 1 രൂപ പോലും കുറക്കില്ല. അതിൽ പേർക്ക് മാറ്റലും GST നമ്മൾ ചെയ്തോ. ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ആൾട്ടോ K10 മാനുവൽ വണ്ടിയാണ്.
ഇത് എങ്ങനെയാണ് ബോസ് വരുന്നത്? ഇത് 2012 സിംഗിൾ ഓണർ ആണ്. ഓക്കെ, VXI ആണ്, LXI അല്ല. VXI പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോഗ് ലാമ്പ് അഡീഷണൽ എല്ലാം ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇത് വരുന്നത് 1.65 ആണ്. 2012 സിംഗിൾ ഓണർ. കമ്പനി സർവീസിലെ വണ്ടി. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടം 1ന്റെ മുകളിൽ ഉണ്ടാവും. 1.5 അടുത്തായിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടിയാണ്. കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് അല്ലേ? ഓട്ടോ വൈഡ് ആണെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മെക്കാനിക് ഫിറ്റ് ആണ്, ഒന്നും നോക്കാനില്ല, എണ്ണ അടിച്ചാ ഓടാം. ഇവിടെ ഒരു പുലിമുരുകനെ പരിചയപ്പെടാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഈ 220 ആണ്. എങ്ങനെയാണ് ഇത്? ഇത് 2006 ആണ്. ഒറിജിനൽ കേരള. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് വിത്ത് സൺറൂഫ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. കമ്പനിയിൽ നിന്ന് എങ്ങനെ വന്നോ അതുപോലെ ഉണ്ട്. സർവീസ് റെക്കോർഡ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം വരുന്ന മോഡലാണ്. ഓക്കെ. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. 90,000 മാത്രം വണ്ടി ഓടിയിട്ടുള്ളത്. ക്ലീൻ വണ്ടിയാണ്. ഓട്ടൊക്കെ ജെനുവിനാണ്. വണ്ടി പഴയതാണെങ്കിലും പുലിയാണല്ലേ? നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുമെങ്കിൽ ഇട്ടാൽ മതി. ഫൈനൽ റേറ്റ് വരുന്നത് 380. വെറും 3,80,000. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഒരു ഈ ക്ലാസ് ഇതിന് കമ്പനി പെയിന്റ് അല്ലാതെ ഇതിന് ടച്ചപ്പ് പോലും കയറിയിട്ടില്ല. തന്നെ അത്രയ്ക്ക് പക്ക വണ്ടി. എഞ്ചിൻ വൈസ് ആണെങ്കിലും ബോഡി വൈസ് ആണെങ്കിലും 100/100. ഇന്ത്യയിലാണെങ്കിൽ പുസ്തകം പോലെ ഉണ്ട്. കണ്ണ് ചിമ്മിയിട്ട് എടുക്കാം 100% അല്ല? അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഹുണ്ടായിന്റെ ഗ്രാൻഡ് ഹൈറ്റൻ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ കുറെ ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഈ ഹുണ്ടായിന്റെ വണ്ടികളിൽ. ഇത് എങ്ങനെയാണ്? ഇത് 2014 ലാസ്റ്റ് സിംഗിൾ ഓണർ ആണ്. ഓട്ടോമാറ്റിക്കല് സ്പോർട്സ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇത് സ്പോർട്സ് പറഞ്ഞാൽ ബട്ടൺ സ്റ്റാർട്ട്, ഏറ്റവും ടോപ്പ് എൻഡ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ആൻഡ്രോയിഡ് ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, എല്ലാം വരുന്ന മോഡൽ. ഓട്ടോമാറ്റിക് വണ്ടി. AMT ആണ് ഗിയർ ബോക്സ് വരിക. ഓക്കെ. എത്ര ഇത് ഫൈനല് 3.40 ചെയ്യും. 3.40 ഫൈനലൈസ് ചെയ്യാം. ലോണൊക്കെ എത്ര കിട്ടും? ഇതിന് 3 ലക്ഷം വരെ ലോൺ. 3 ലക്ഷം ലോൺ കിട്ടും. ഓക്കെ. ഇത് ചെറുതായിട്ട് കുറച്ച് കൊടുക്കുവോ? വളരെ കുറച്ചായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ഇതിൽ നമുക്ക് പേർക്ക് മാറ്റിലും GST ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വന്നു നോക്കി. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഹുണ്ടായിന്റെ ഇയോൺ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബോസ് മോഡൽ വരുന്നത്? ഇത് 2013-14 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. CNG ആണ്. 30 കിലോമീറ്റർ മൈലേജ് കിട്ടും. CNG ഫിറ്റഡ് ആണ്. RC ബുക്കിൽ കയറ്റിയ CNG ആണ്. ഓക്കെ. ഇത് ഫൈനൽ നമുക്ക് 1.60 കൊടുക്കാം. 1.60 ഒരു 1.30 വരെ ലോൺ ഇട്ടു. എത്ര? 1.30 വരെ ലോൺ ഇട്ടു. ലോൺ കിട്ടുമല്ലേ? 50 വേണ്ട. ഒരു 40 ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. ലോൺ ഇറക്കാൻ പറ്റും. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കയാണ്. ഓക്കെ. അപ്പൊ ആവശ്യം കണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇവിടെ ചില്ലറ പൈസക്ക് ഒരു 7 സീറ്റ് വാഹനമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഡാറ്റ്സൺ അല്ല, ഗോ പ്ലസ് ആണ്. എങ്ങനെയാണ് ഇത് മോഡല്? 2015 വണ്ടിയാണ്. 2030 വരെ പേപ്പർ വാലിഡിറ്റിയിലെ വണ്ടി. ഓക്കെ. ഇത് 7 സീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് ഇല്ല. സിംഗിൾ ഓണർ. 90,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡ്. ഒക്കെ ഉള്ള വണ്ടി. 4 പുത്തൻ ടയറാണ്. 7 സീറ്റർ. ഫൈനൽ നമുക്ക് 2.40 ചെയ്യാം. 2.40 ഫൈനൽ ചെയ്യാൻ പറ്റും. ഒരു 7 സീറ്റ് വാഹനമാണ്. നല്ല എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ് കേട്ടോ. എല്ലാം ഓക്കെ ആണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ആവശ്യമാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. കോഴിക്കോടൻ അലുവ കണ്ടം പോലത്തെ നമ്പറാണ് കേട്ടോ വരുന്നത്. 3333. ഒരു വോക്സ് വാഗന്റെ പോളോ GT ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് ഡീസലാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുത്താൽ. 2016 ആണ്. പോളോ GT 1.9. ഓക്കെ. വണ്ടിക്ക് റീപ്ലേസ്മെന്റ് അപാകതകളൊന്നുമില്ല. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. നമുക്ക് ഫൈനൽ റേറ്റ് വരുന്നത് 4.90 ചെയ്തു. 4.90 ഡീസലാണ്. 4.90 ഈ വാഹനം തരും കേട്ടോ. ഒന്നുമില്ല. പോളോ GT ആണ്. തട്ടുമുട്ട് എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ലോൺ എത്ര കിട്ടും? ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ. ഇവിടെ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ വിളിച്ചോ പെട്ടെന്ന്. വാഗണർ ഓട്ടോമാറ്റിക് ആണ്. ചെറിയ ഓട്ടോ ഈ വണ്ടി ഓടിക്കുള്ളൂ കേട്ടോ. 1.2 സീറ്റിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ. 2019 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് ഓടിയിട്ടുള്ളത് വെറും 45,000 കിലോമീറ്റർ വിത്ത് ജെനുവിൻ ഹിസ്റ്ററി. ഓക്കെ. ഇപ്പോ 4 ടയറും പുത്തനാണ്. 1.2 ആണ് വരുന്നത്. ഓക്കെ. ഓട്ടോമാറ്റിക്. നമുക്ക് ഫൈനലായിട്ട് 5.5 ചെയ്യാൻ പറ്റും. 5.5 ചെയ്യാനാ. ഒരു ക്ലൈം ഇല്ലാത്ത നല്ല ഷോറൂം കണ്ടീഷനുള്ള ഒരു വാനാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 50,000 രൂപ മതി ലോൺ ഇറക്കാൻ പറ്റും. വാഗണർ സ്റ്റിംഗ്രേ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബോസ് മോഡൽ? 2013 ആണ്. സിംഗിൾ ഓണർ. ഓക്കെ. ഇത്
നമുക്ക് ഫൈനലായിട്ട് 280 കൊടുക്കാം. 280 കൊടുക്കാം. വേറെ ഒന്നുമില്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് ഒന്നുമില്ല. മീറ്റർ ക്വാളിറ്റി ഉണ്ട്. മെക്കാനിക് ഒക്കെ പക്കാണ്. വിശ്വസിച്ചെടുക്കാൻ പറ്റിയൊരു വാഹനം. തീർച്ചയായും. അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. 7 സീറ്റ് വാഹനമാണ്. XUV ആണ് കേട്ടോ. എങ്ങനെയാണ് ഇത് വരുന്നത്? ഇത് 2013 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആകെ 70,000 ഇത് കമ്പനി റെക്കോർഡ്. ഇത് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ളൊരു വാഹനം. ഇപ്പോ ഒരു 1.5 ലക്ഷം രൂപയുടെ വർക്ക് എടുത്തു കമ്പനിന്ന്. ക്ലച്ച് ഡിസ്ക് എല്ലാം മാറ്റി. ഓക്കെ. ഇപ്പോ നമ്മൾ ഫൈനൽ റേറ്റ് പറയുന്നത് 590 ആണ്. 590 4 ടയറും പുത്തനാണ്. W8 ആണ്. ഓക്കെ, W8 ആണ് ഓപ്ഷൻ വരുന്നത്. 590 ലാസ്റ്റ്. ഓക്കെ. നല്ല അടിച്ചാപ്പൊളി ഒറിജിനൽ കേരള ഇറ്റിയോസ്ലീവ് ആണ് നിങ്ങൾ കാണിക്കുന്നത്. അത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2014 ഡിസംബർ ആണ്. സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 പുത്തൻ ടയറാണ്. എക്സ്ട്രാ കയറ്റിയതാണ്. ആൻഡ്രോയിഡ് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ ലെതർമാന്റെ ആണ് സീറ്റ് വരുന്നത്. റിട്ടൺ ക്വാളിറ്റി വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഇത് ഫൈനൽ റേറ്റ് എന്ന് പറയുന്നത് 440 ഫൈനൽ റേറ്റ്. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 50 രൂപ അല്ലെങ്കിൽ ഒരു 60 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അത്ര മതിയാവും അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ സ്വിഫ്റ്റ് ഡിസൈർ പെട്രോൾ വണ്ടിയാണ്. ചെറിയ ഓട്ടോ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. എങ്ങനെയാണ് ബോസ് മോഡൽ? ഇത് 2017 ലാസ്റ്റ്, സിംഗിൾ ഓണർ, ഒരു 50,000 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ BXI. ഓക്കെ. ഇത് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ച വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 5.15 ചെയ്യാം. 4.25 5 വരെ ലോൺ ഇട്ട് കൊടുക്കാം. ലോൺ കിട്ടും. 17 ലാസ്റ്റ്, സിംഗിൾ ഓണർ, ഒരു 50,000 കിലോമീറ്റർ ആണ്. ആൻഡ്രോയിഡ് ഉണ്ട്. ലെതർമാൻ തന്നെയാണ് സീറ്റും വരുന്നത്. നല്ല ക്വാളിറ്റി സീറ്റ്. അത്യാവശ്യം ഓടാനുള്ള കട്ടുള്ള ടയറും ഉണ്ട്. ടയറാണ്. ഓക്കെ. അപ്പൊ ആൾട്ടോ 800 ആണ് നിങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത്? ഇത് 2014 ഡിസംബർ വണ്ടിയാണ്. LX വേരിയന്റ് ആണ്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും. 4 ടയറും പുത്തനാണ്. 4 കാറും പുത്തൻ ടയറുണ്ട്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് ഒരു 220 ചെയ്യാൻ പറ്റും. 220 ചെയ്യാൻ പറ്റും. 2 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാം. വണ്ടി ഓട്ടോ 77 ഓടി. ഹിസ്റ്ററിയാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി